ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2092. ഇന്ന് സെപ്റ്റംബർ മാസം 22-ാം തീയതി. ഈ ആണ്ടിലെ 265-ാമത്തെ ദിവസത്തിലെത്തി. ഈ ഒരു വർഷം തീരാനായിട്ട് ഇനി 100 ദിവസങ്ങൾ കൂടിയുള്ളൂ. ഒന്നും കൂടി നമ്മളെ നമുക്ക് തന്നെ ഒന്ന് മെച്ചപ്പെടുത്തണമെങ്കിൽ, ഒന്നും കൂടി ഒന്ന് പാകപ്പെടുത്തണമെങ്കിൽ ഒരു 100 ദിവസത്തെ ചില അടിയന്തര കർമ്മ പദ്ധതികളെ ഒന്ന് ആവിഷ്കരിച്ച് ആരംഭിച്ചാലോ? നന്നാകാനായിട്ട്, ഒന്ന് നന്നാക്കിയെടുക്കാനായിട്ട് ഏറെ സാധ്യതകളുണ്ട് ഓരോ മനുഷ്യ ജീവിതത്തിനകത്തും. വീണുപോയെന്നും ഇടറിപ്പോയെന്നും വല്ലാതെ ഇരുട്ട് അകത്ത് കയറി കൂടിയിട്ടുണ്ട് എന്നുമൊക്കെ ഒന്ന് തിരിച്ചറിയുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൗഖ്യമാകാനായിട്ട് നിനക്കിപ്പോഴും ആഗ്രഹമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ക്രിസ്തുയേശുവിന്റെ ഭാഗത്തു നിന്ന്. ഒരിക്കലും അങ്ങനൊരു കുശലാന്വേഷണം വരേണ്ടതല്ല, വരരുതായിരുന്നു. അതും യേശുവിന്റെ ഭാഗത്തു നിന്നേ. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്താണ് ഒരു മനുഷ്യൻ സൗഖ്യം പ്രതീക്ഷിച്ച്, അതെ, രോഗസൗഖ്യം മാത്രം ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും ഒരു കുളക്കടവില് ദീർഘകാലമായിട്ട് കാത്തുകിടക്കുകയാണ്. ആ ദീർഘകാലം എന്ന് പറയുന്നത് 38 വർഷമായിരുന്നു. ഒരു ആഴമില്ലാത്ത കുശലാന്വേഷണവുമായിട്ട് അങ്ങോട്ടെത്തുന്ന യേശുവിന് അപ്പോൾ പ്രായം ഏതാണ്ട് 32 ആയിട്ടുള്ളൂ. 38 വർഷമായിട്ട് ഈ രോഗസൗഖ്യത്തിന് വേണ്ടി അവിടെ നടക്കുന്ന അത്ഭുതത്തിന്റെ അടയാളത്തിന്റെയും ഭാഗമാകാനായിട്ട് കാത്തിടുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, അതും ഒരു തളർവാദ രോഗിയോട്, സൗഖ്യപ്പെടാനായിട്ട് ഇപ്പോഴും നിനക്ക് മനസ്സുണ്ടോ? ഒന്നും കൂടി നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനായിട്ട്, പോരായ്മകളൊക്കെ ഒന്ന് പരിഹരിച്ചെടുക്കാനായിട്ട് ആഗ്രഹമുണ്ടോ എന്നൊരു ചോദ്യം എപ്പോഴും യേശു ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് കാലമോ പ്രായമോ സാഹചര്യങ്ങളോ ഇല്ല കേട്ടോ. നന്നാവാനായിട്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും തീരുമാനമെടുക്കാം. ഒരു 100 ദിനങ്ങൾ കൂടിയുള്ളൂ ഈ ഒരു ആണ്ട് തീരാനായിട്ട്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ ഭൂമിയിലെ ജീവിതം തീർത്തു പോകാനായിട്ട് അത്രയും തന്നെ കാലം ഉണ്ടാവുമോ? അത് നിശ്ചയമില്ല. തമ്പുരാന്റെ നിയന്ത്രണത്തിൽ മാത്രമുള്ള ആ കാര്യം. അതിനെ ഓർത്തിനി വേഗുന്ന വിചാരത്തിലൂടെ വേവലാതിപ്പെട്ടിട്ടും കാര്യമില്ല. നന്നാവാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിശ്രമം ഒന്നും കൂടി തുടങ്ങാനായിട്ട് ഒന്ന് ശ്രമിച്ചാലും ശ്രദ്ധിച്ചാലും നല്ലതാണ്. സൗഖ്യപ്പെടാനായിട്ട്, രക്ഷപ്പെടാനായിട്ട് ഇപ്പോഴും ആഗ്രഹമുള്ളിലുണ്ടോ? ഓരോരുത്തർക്കും ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. ആമേൻ.